ഗൗതം, ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയമായുള്ള വിശകലനങ്ങളാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി അംഗം മുറുകുക? രോഹിണി, ഭാരതത്തിലെ ഏറ്റവും വിശാലമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അത്തരം ഗണത്തിൽപ്പെടുത്താവുന്ന ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള, ഇപ്പോൾ ലോക്സഭ നോക്കിക്കഴിഞ്ഞാൽ 40 മണ്ഡലങ്ങളുണ്ട്. നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 243 സീറ്റുകളുള്ള അങ്ങനെ വളരെ വിശാലമായൊരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അതിനാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് ദേശീയ തലത്തിൽ തന്നെ മുന്നണികളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് തന്നെ ബാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വർഷങ്ങളായി തന്നെ അവിടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ്. ഏതാണ്ട് 2000-ൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്തി. പിന്നീട് ചില ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും നിതീഷ് കുമാറിന് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും തുടർച്ചയായി ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇത്രയധികം കാലം ഇരുന്നിട്ടുള്ള മറ്റൊരു നേതാവില്ല. അപ്പോൾ ഈ തവണ NDA നേതൃത്വത്തിൽ തന്നെയാണ് നിതീഷ് കുമാർ ഉള്ളത്. 2020-ൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും NDAയുടെ പാളയത്തിൽ നിന്നുകൊണ്ടാണ് നിതീഷ് കുമാർ വിജയിച്ചത്. BJP അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നത്. കാരണം 2020-ൽ എത്തുമ്പോഴേക്കും ബീഹാറിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു മാറ്റം മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ BJP അവിടെ കരുത്താർജിക്കുന്ന ഒരു കാഴ്ച നമ്മൾ 2020-ൽ കണ്ടിരുന്നു. അതിനു മുൻപ് BJP ബീഹാറിൽ ഭരണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും അത് നിതീഷ് കുമാറിൻ്റെ JDUവുമായി ചേർന്നുകൊണ്ട് ജനതാദൾ യുണൈറ്റഡിൻ്റെ കരുത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് നയിക്കുന്ന ഒരു മുന്നണിയിലെ രണ്ടാമനെന്ന നിലയിലാണ് ബീഹാറിൽ BJPയെ അടയാളപ്പെടുത്തിയതെങ്കിൽ 2020-ലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അവിടെ മാറുകയാണ്. ആ മുന്നണിയിലെ തന്നെ, അതായത് NDA സഖ്യത്തിലെ തന്നെ ഏറ്റവും വലിയ കക്ഷിയായി 75 സീറ്റുകൾ നേടിക്കൊണ്ട്, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP വളരുന്നു എന്ന് പറയുമ്പോൾ NDAയിൽ തന്നെ വെല്ലിയേട്ടനായി BJP അവിടെ മാറി. അതായത് പരമ്പരാഗതമായി വലിയ വോട്ട് ബാങ്കുള്ള, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെയൊക്കെ ഒരു വലിയ ലെഗസിക്ക് ശേഷം പിന്നീട് ബീഹാറിൻ്റെ ഒരു ഫേസായി മാറിയ നിതീഷ് കുമാറിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് BJP ബീഹാറിൻ്റെ മണ്ണിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 2020-ൽ മാറുന്നുണ്ടായിരുന്നു. 2014-ലെയും 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുന്ന ഘട്ടത്തിലും അവിടെ BJP ഒറ്റയ്ക്ക്, അതായത് JDUവിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ പോലും തങ്ങൾക്ക് ഒറ്റയ്ക്ക് കരുത്ത് കാണിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബീഹാറിൻ്റെ മണ്ണിൽ വളർന്നിരുന്നു. അതിനാൽ തന്നെ 2025-ൽ, അതായത് നവംബർ 6, 11 തീയതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ബീഹാറിൻ്റെ മണ്ണിൽ ഇനി എന്തൊക്കെ മാജിക്കുകൾ കാണിക്കും എന്നത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകം തന്നെ ബീഹാറിലേക്ക് പലതവണ പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ജനതാദൾ യുണൈറ്റഡ് എന്ന ഫാക്ടറിനെക്കാട്ടിൽ അപ്പുറത്തേക്ക് BJP ഒറ്റയ്ക്ക് എത്രത്തോളം കരുത്ത് കാട്ടുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാകും ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള ചലനങ്ങൾ എന്നതാണ് NDA മുന്നണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. മറുഭാഗത്ത് വളരെ രസകരമാണ് കാര്യങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ NDA സഖ്യത്തിൽ ബീഹാറിലും രസകരമായ തമ്മിലടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ വകവയ്ക്കുന്നേയില്ല അവിടെ RJD. കാരണം RJDയെ കുറ്റപ്പെടുത്താൻ സാധിക്കത്തില്ല. 2020-ൽ കോൺഗ്രസിന് ധാരാളം സീറ്റുകൾ മത്സരിക്കാൻ നൽകിയെങ്കിലും മത്സരിച്ച സീറ്റുകളിലൊക്കെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ RJDക്ക് കോൺഗ്രസിനോട് പരമപുച്ഛമാണ് എന്നതാണ് ബീഹാറിലെയും യാഥാർത്ഥ്യം. കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കൂടെ കൂട്ടുന്നവൻ പോലും തോറ്റുപോകും എന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥ ബീഹാറിൻ്റെ മണ്ണിലും വളരെയധികം ദയനീയമായിരിക്കുന്നു. അതിനാൽ തന്നെ അർഹമായ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി കോൺഗ്രസിനുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും കേൾക്കാൻ RJD തയ്യാറാകുന്നില്ല എന്നതാണ് NDA സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ രാജ്യം ഒരു വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയും ബീഹാറാണ് വരുന്നത്. ബീഹാർ കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ്. അതിൽ നമ്മുടെ ചെറു സംസ്ഥാനമായ കേരളം ഉൾപ്പെടെ തമിഴ്നാട് അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിലെ തമിഴ്നാട്, പുതുച്ചേരി, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള അസം എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങൾ അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ, അതായത് കേവലം 5 മാസങ്ങൾ കഴിഞ്ഞാൽ കേരളം അടങ്ങുന്ന ഞാൻ ഈ സൂചിപ്പിച്ച 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ഫലമാണ് ബീഹാറിൽ നിന്നും വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനാൽ സ്വാഭാവികമായും നവംബർ 14-ാം തീയതി പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം NDA
സഖ്യത്തിനും ഇപ്പോൾ ബീഹാറിലും ദേശീയ തലത്തിലും അധികാരത്തിലിരിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കും ഒക്കെ വളരെ സുപ്രധാനമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാകും നവംബർ 14 പുറത്തു വരിക. ഗൗതം, എന്തായാലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ബീഹാറിലും പ്രതിഫലിക്കാനുള്ള സാഹചര്യമുണ്ട്. വോട്ടർ പട്ടികയിൽ കൂടുതലും ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അത്തരത്തിൽ ഒരു യുവത്വം നീങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവർ പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഇത്തരം വികസന നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാകില്ലേ? രോഹിണി, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ സംസ്ഥാനത്തിൻ്റെ പൂർവ്വകാല ചരിത്രം എന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ബീഹാർ എന്നത്. അത് സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമല്ല, വളരെയധികം വികസന കാര്യങ്ങളിലൊക്കെ ആ സംസ്ഥാനം പിന്നോക്കമായിരുന്നു. കാരണം ഈ ലാലു പ്രസാദ് യാദവിനെ പോലെയൊക്കെയുള്ള വളരെ മോശം നിലയിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന നേതാക്കൾ എന്ന് തന്നെ നമുക്ക് തുറന്നു പറയേണ്ടി വരും. കാരണം ബീഹാറിൽ ഈ RJD ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് കാലിത്തീറ്റ കുംഭകോണം പോലെയുള്ള നമ്മുടെ രാജ്യം ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അഴിമതികൾ നടന്നിട്ടുള്ളത്. അതിൽ കാലിത്തീറ്റ കുംഭകോണം എന്നത് നമ്മളൊരു ഉദാഹരണമായി പറയുന്നതാണ്. ലാലു പ്രസാദ് യാദവിൻ്റെയൊക്കെ കാലത്താണ് ഈ ജംഗിൾ രാജ് എന്നും അതോടൊപ്പം തന്നെ ഗുണ്ടാരാജ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഈ കേരളത്തിലൊക്കെ ആളുകൾ കേൾക്കുന്നത് തന്നെ ഈ ലാലു പ്രസാദൊക്കെ ബീഹാർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. അത്രത്തോളം ഗുണ്ടായിസവും അതോടൊപ്പം തന്നെ ജാതി രാഷ്ട്രീയവും, ജാതി പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ജാതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു RJDയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ബീഹാറിലെയും രാഷ്ട്രീയം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് വിള്ളൽ വീഴുന്നത് ആ ജാതി രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജാതി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു BJPയുടെ ദേശീയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വ ദേശീയത ബീഹാറിൻ്റെ മണ്ണിലേക്കും കടന്നു വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2014 ഭാരതത്തിൽ പ്രത്യേകിച്ച് ഈ ജാതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഷങ്ങളായി അധികാരത്തിലിരുന്ന ഉത്തർപ്രദേശിലെ ഈ യാദവ വോട്ട് ബാങ്കിനെ ഉപയോഗപ്പെടുത്തി അധികാരത്തിലിരുന്ന അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയാണെങ്കിലും മുൻപ് മുലായം സിംഗിൻ്റെ സമാജ്വാദി പാർട്ടിയാണെങ്കിലും നേരെ ബീഹാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ RJDയും ലാലു പ്രസാദ് യാദവും ഇവരൊക്കെ ജാതി രാഷ്ട്രീയം കൊണ്ടോ അതല്ലെങ്കിൽ ഗുണ്ടായിസം കൊണ്ടുമൊക്കെ അധികാരങ്ങളെ വെട്ടിപ്പിടിച്ച നേതാക്കളാണ്. അല്ലാതെ ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളെന്ന് നമുക്ക് ഇവരെ ആരെയും വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. അത്തരത്തിൽ ഈ ജാതിയുടെയും അതല്ലെങ്കിൽ ഗുണ്ടായിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്കുകൾ രൂപപ്പെടുത്തിക്കൊണ്ട് വർഷങ്ങൾ ബീഹാറിൽ ഭരിച്ച ആളുകൾ ആ സംസ്ഥാനത്തെ വളരെ പിന്നോക്കമാക്കിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഭരണകാലത്ത് കുറേയൊക്കെ അവിടെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. എങ്കിലും നിതീഷിൻ്റെ അതിന് പൂർണ്ണമായ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിഗണനയാണ് ഈ ബീഹാറിൻ്റെ മണ്ണിലും ഇപ്പോൾ BJPക്ക് വളരെയധികം കടന്നു ചെല്ലാൻ കഴിയുന്നത്. കാരണം എല്ലാ അർത്ഥത്തിലും പിന്നോക്കമായിരുന്ന ഒരു സംസ്ഥാനത്തേക്ക് വികസനത്തിൻ്റെ വലിയ വെളിച്ചം കടന്നു ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ബീഹാറിലേക്ക് പോകുന്നു, അവിടുത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. പ്രത്യേകിച്ച് ധാരാളം കർഷകരുള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിലെത്തി ആ സംസ്ഥാനത്തിൻ്റെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെയും മറ്റുമൊക്കെ ഇടപെടൽ ഈ ബീഹാറിൻ്റെ മണ്ണിൽ BJPയുടെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ BJPയുടെ സംഘടനാ സംവിധാനത്തെ കൂടുതൽ സുശക്തമാക്കി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ അതാണ് ചൂണ്ടിക്കാണിച്ചത്. 2014 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കുകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെ BJP ഒരു വളരെ പ്രധാനപ്പെട്ട ശക്തിയായി മാറുന്നു. അതിന് മുൻപും ബീഹാറിൽ BJP ഉണ്ട്. പക്ഷേ ജനതാദൾ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു BJPയെയാണ് നമ്മൾ 2014 വരെ കണ്ടതെങ്കിൽ അതിനുശേഷം അങ്ങനെയല്ല. BJPയുടെ തണലിലേക്ക് നിതീഷിൻ്റെ ജനതാദൾ യുണൈറ്റഡ് അതല്ലെങ്കിൽ രാംവിലാസ് പാസ്വാൻ, ഇപ്പോൾ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക ജനശക്തി പാർട്ടിയൊക്കെ BJPയുടെ തണലിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ബീഹാർ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ചേഞ്ച് ബീഹാർ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ടത്. മാത്രമല്ല, ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസ് അടങ്ങുന്ന, ഇടതുപക്ഷം അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അതിശക്തമായി എതിർക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണിതെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വോട്ടവകാശം ഇല്ലാത്ത ആളുകളെ പുറത്താക്കലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് ഈ രാജ്യത്ത് ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൗരന്മാർക്കാണ് വോട്ടവകാശം നൽകാൻ ഈ നാടിൻ്റെ ഭരണഘടന പറയുന്നത്. അല്ലാതെ വഴിയിൽ
പെട്ടെന്ന് കയറി വന്ന ആളുകൾക്ക്, മറ്റു രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കടന്നു വന്ന ആളുകൾക്ക് അവർക്ക് കൂടി വോട്ടവകാശം നൽകണമെന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നില്ല. അതിനാൽ തന്നെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് കൃത്യമായി വോട്ടവകാശം നൽകുകയും അനധികൃതമായി കുടിയേറിയ ആളുകളെ കൃത്യമായി തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അടിവരയിട്ട് പറയുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് മറുഭാഗത്ത് വലിയ പ്രതിഷേധം ഉയർത്താൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും അതിനെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ പ്രബലമായ മുന്നണികൾ രംഗത്തുണ്ട്. അപ്പോൾ ആദ്യമായി അടുത്ത കാലത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. അങ്ങനെയുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വോട്ടെടുപ്പാകും ഈ നവംബർ 6, 11 തീയതികളിൽ നടക്കുക. യെസ്, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൂടി ചേരുകയാണ്. ജിഷ്ണു, ബീഹാർ അംഗത്തിന് തീയതി കുറിച്ചിരിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ പ്രതീക്ഷയോടെ, വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കക്ഷികൾ നോക്കിക്കാണുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. കെ.പി. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും ദേശീയ പാർട്ടികൾ ഒപ്പം ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നവംബർ 6-നും നവംബർ 11-നുമായി 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. നവംബർ 14-ന് വോട്ടെണ്ണൽ ഉണ്ടാകും. അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഒക്ടോബർ 10-നും ഒക്ടോബർ 13-നുമായി പുറത്തിറങ്ങും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശാലമായിട്ടുള്ള സംവിധാനങ്ങളും സുതാര്യമായിട്ടുള്ള സംവിധാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടപടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് മുതൽ വോട്ടെണ്ണുന്നത് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും സുതാര്യമായി നടപ്പാക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിശദമായ പരിശോധന ബീഹാറിലുടനീളം നടത്തി വോട്ടർ പട്ടിക ശുദ്ധമാക്കുന്നതിനുള്ള നടപടി, അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. വോട്ടർ പരിഷ്കരണ നടപടി ഒരു 11 വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു വിപുലമായ തീവ്ര പരിഷ്കരണ നടപടി വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. അതിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ബീഹാറിനുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് പരാതികൾ വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടത് തീവ്ര പരിഷ്കരണ നടപടി SIR എന്നുള്ളത് വോട്ടർ പട്ടികയെ നശിപ്പിക്കാനായിരുന്നില്ല, വോട്ടർ പട്ടിക ശുദ്ധമാക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഉയരുന്ന പരാതികൾ മുഴുവൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ പരാതികൾ മുഴുവൻ പരിഷ്കരിക്കാനും ആ പരാതികൾ പരിഹരിക്കുന്നതിനുമുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ചിത്രം ബീഹാറിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണ രംഗം ബീഹാറിൽ ചൂടുപിടിച്ചിരുന്നു. NDAയുടെ ഭാഗത്തുനിന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബീഹാറിൽ നടന്നു വരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുന്നു. ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുകയാണ്. തന്നെ ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. BJP NDA സഖ്യമൊപ്പം ഇന്ത്യ മുന്നണി ഒക്കെയും തകർന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ആക്ഷേപങ്ങളടക്കമുണ്ടായത്. ഈ ആക്ഷേപങ്ങളൊക്കെയും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും, അത് രാഷ്ട്രീയപരമായിട്ടും ഭരണതലത്തിലായാലും പ്രതിപക്ഷത്തിൻ്റെ നിരയിലായി കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നമുക്ക് ദേശീയ രാഷ്ട്രീയം തന്നെ ഇനിയുള്ള ആ ഒരു ബീഹാറിന്റെ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? കെ.പി. തീർച്ചയായും ദേശീയ രാഷ്ട്രീയം ബീഹാറിലേക്ക് ഉറ്റുനോക്കുന്നു. ഒപ്പം ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി പരാതികൾ, ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി ആരോപണങ്ങൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മറുപടി, ജനങ്ങളെ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ ഓരോ പൗരനും അവന്റെ വോട്ടവകാശം ഉറപ്പാക്കുന്നതും അനധികൃതമായി വോട്ടവകാശം നേടിയവനെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതുമായിരുന്നു തീവ്ര പരിഷ്കരണ നടപടി. അത്തരത്തിലൊരു തീവ്ര പരിഷ്കരണ നടപടി കഴിഞ്ഞതിനു ശേഷം ആദ്യമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു. ഒപ്പം അതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാണ്. വോട്ടിംഗ് മെഷീനിൽ ചില ചെറിയ മാറ്റങ്ങൾ, അതായത് സ്ഥാനാർത്ഥികളുടെ സീരിയൽ നമ്പറും ഫോട്ടോയും എല്ലാം കൂടുതൽ പ്രകടമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. CCTV നിരീക്ഷണം, കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ടുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ, സുതാര്യമായിട്ടുള്ള നടപടി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഒപ്പം രാഷ്ട്രീയപരമായി വിലയിരുത്തുമ്പോൾ ബീഹാറിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
BJPയും RJDയും തമ്മിലുള്ള മത്സരം എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം. NDA സഖ്യം എന്ന് പറയുമ്പോഴും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി JDUവിനെ അപ്രസക്തമാക്കിക്കൊണ്ട് BJP വലിയ മുന്നേറ്റം ജനങ്ങൾക്കിടയിൽ, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കൃത്യമായി 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP അത് തെളിയിച്ചിട്ടുള്ളതാണ്. 2020 NDA സഖ്യത്തിൽ 74 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP വളർന്നെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് തന്നെ നൽകിയിരുന്നു. നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയായി തുടരും എന്ന തീരുമാനം BJP ആയിരുന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല. JDUവിനുള്ള ജനപിന്തുണ കുറയുകയും BJPക്ക് വളരെയധികം ജനപിന്തുണ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലോക് ജനശക്തി പാർട്ടി, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന കണക്കുകൂട്ടലാണ് ആ പാർട്ടിക്കുള്ളത്. മറുഭാഗത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവിടെ RJDക്ക് മുൻപുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള വേരുകളില്ല എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ വോട്ട് നേടാനുള്ള ശക്തി ഇപ്പോഴും RJDക്കുണ്ട്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് RJD തെളിയിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ 2020 70-ലധികം സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് വിജയിച്ചത് കേവലം 19 സീറ്റുകളിൽ മാത്രമാണ്. അതാണ് ഇന്ത്യ മുന്നണിയുടെ, അല്ലെങ്കിൽ അന്ന് അത് മഹാഗഡ്ബന്ധനായിരുന്നു. കോൺഗ്രസും RJDയും നേതൃത്വം നൽകിയ മഹാഗഡ്ബന്ധനായിരുന്നു 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് ജനൻ ടിവിയുടെ സംഘം ബീഹാറിൽ 10 ദിവസത്തിലധികം ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നു, രാജ്യസമവാക്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചിരുന്ന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് BJPക്ക് ബീഹാറിൽ വലിയ വളർച്ചയുണ്ടാകും എന്നുള്ളത്. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP അത് തെളിയിക്കുകയുണ്ടായി. ഏതായാലും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും അതിന്റെ പ്രഖ്യാപനവുമാണ് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിട്ടുള്ളത്. നവംബർ 6-ന് ആദ്യഘട്ടവും നവംബർ 11-ന് രണ്ടാം ഘട്ടവും വോട്ടെടുപ്പ് നടക്കും. നവംബർ 14-നായിരിക്കും വോട്ടെണ്ണൽ ഉണ്ടാവുക. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടക്കും. ആദ്യഘട്ടം നവംബർ 6-നും രണ്ടാം ഘട്ടം നവംബർ 11-നുമാണ് നടക്കുക. വോട്ടെണ്ണൽ നവംബർ 14-നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.